അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അന്ന് നുസൈബയുടെ ഉമ്മയും ഉപ്പയും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഉമ്മ പറഞ്ഞു, ഇക്ക, അതെ, അത് പിന്നെ ഇപ്പം നമ്മൾ ഈ കല്യാണത്തിനെ കുറിച്ച് ചിന്തിക്കായാണ് നല്ലത്. അതെന്താടി? അല്ലേ, മോള് പറഞ്ഞിട്ടുണ്ട് എക്സാമൊക്കെ ആണ് വരുന്നത്. ഉമ്മ, അതിനെക്കുറിച്ചൊന്നും ഞാൻ ഇപ്പോൾ ചിന്തിക്കണില്ല, ഇപ്പം എനിക്ക് വിവാഹമേ വേണ്ട എന്നൊക്കെയാണ് ഓള് പറയണത്. അങ്ങനെ പറഞ്ഞപ്പോൾ എങ്ങനെ? എന്തായാലും വേണമല്ലോ ഓൾക്കൊരു തുണയായിട്ട് ഒരാൾ. എന്നും ഇങ്ങനെ നമ്മളെ കുട്ടീനെ കെട്ടിക്കാതെ നിർത്താൻ പറ്റൂലല്ലോ. എന്തായാലും വേണം ഓൾക്കും ഒരാൾ. ഇനിയിപ്പോൾ ഒന്ന് കെട്ടി ഒഴിവാക്കി എന്ന് വിചാരിച്ചിട്ട് കാലാകാലങ്ങൾ നിർത്താൻ പറ്റൂലല്ലോ. ഇക്ക, അതൊക്കെ ശരി തന്നെയാണ്. എന്തൊക്കെ തന്നെയായാലും ഓളിപ്പോൾ പഠിച്ചോട്ടെ, ഇപ്പം അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട. എന്തിനാ പഠിച്ചോനെ ആ മജീദ് ഒരു പുതിയ പെൺകെട്ടുമായിട്ട് ഇപ്പം അങ്ങോട്ട് വന്നത്? ഉമ്മ മനസ്സിൽ വിചാരിച്ചു. ഇക്ക, നിങ്ങൾ മജീദിനോടെങ്ങാനും പറഞ്ഞീനോ കല്യാണത്തിൻ്റെ കാര്യം എങ്ങാനും? ഞാനെവിടുന്ന്? ഞാൻ അങ്ങാടിക്ക് തന്നെ വല്ലാതെ ഇറങ്ങലില്ല. പിന്നെ എങ്ങനെ ഞാൻ പറയാൻ? നമ്മളെ മോൾ ഒഴിവാക്കിയ കാര്യം തന്നെ ഇതുവരെ ഒരു കുട്ടിനോട് ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ അങ്ങാടിയിലൊക്കെ എന്തെങ്കിലും ചെറിയതൊന്ന് കേട്ടാൽ മതിയല്ലോ, അപ്പം പിന്നെ അതാണ്ട് പരക്കുമല്ലോ. അങ്ങനെ കേട്ടറിഞ്ഞ് വന്നതായിരിക്കും. ഇപ്പം അതിനെക്കുറിച്ച് എനിക്ക് ചിന്തയില്ലായിരുന്നു സത്യമായിട്ടും. അവന് ആ ഫൈസൽ നമ്മളെ മോൾ ഒഴിവാക്കിയ ആ വേദന മനസ്സിൽ നിന്ന് ഇങ്ങോട്ട് പോയിട്ടില്ല. അപ്പോൾ നമ്മളെ മോൾക്ക് എത്രമാത്രം ഉണ്ടാകും? ഇക്ക, നിങ്ങൾ ഇനി ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കല്ലേ. ഇനി നിങ്ങൾക്ക് ഇന്നാളത്തെ പോലെ ടെൻഷനായിട്ട് നെഞ്ചുവേദനയൊക്കെ ഉണ്ടായി പിന്നെ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് നിങ്ങളിപ്പോൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കണ്ട. ഇൻഷാ അല്ലാ നമുക്ക് ഇനി സമയമുണ്ടല്ലോ. അവളെ പഠനമൊക്കെ ഒന്ന് കഴിയട്ടെ, എന്നിട്ട് എക്സാമിൻ്റെ റിസൾട്ടൊക്കെ ഒന്ന് അറിഞ്ഞേ ഓൾക്കുള്ള അഡ്മിഷനൊക്കെ എടുത്തതിന് ശേഷം കാക്കം പോലൊക്കെ ആലോചിക്കാം. പറ്റുകയാണെങ്കിൽ നിക്കാഹാണ്ട് കഴിച്ചിടാം. പിന്നെ ഓൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ കല്യാണം വേണ്ട. ഓൾക്ക് ഇനിയിപ്പോൾ ഓളെ പഠനം കഴിഞ്ഞിട്ടായിക്കോട്ടെ. ഇജെന്താടി പറയണത്? അപ്പോത്തിന് എത്ര കാലം പിടിക്കും? ഒരു ഡോക്ടർ ആവാൻ തന്നെ 5 കൊല്ലമാണ് കണക്ക്. അത് കഴിഞ്ഞിട്ടും എത്രയോ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും ഒരു നിങ്ങൾ ഡോക്ടറായി പഠിച്ചിറങ്ങുക 5 കൊല്ലമാണ്. അതൊക്കെ ആവുമ്പോത്തിന് നിങ്ങളെന്തെങ്ങനെ ബേജാറാണ്? ഓൾക്ക് വയസ്സ് കയറൂല. അത്ര ആയാലും ഓൾക്ക് 24 വയസ്സേ ആവുള്ളൂ. ഓൾ MBBS പഠിച്ചിറങ്ങുമ്പോൾ അത്ര തന്നെ ആവുള്ളൂ, അതെനിക്ക് ഉറപ്പുണ്ട്. അതൊക്കെ ഇപ്പം ഇത്ര വലിയ വയസ്സാ? എന്താ പറയണത്? 10-16 വയസ്സിൽ കുട്ടികളെ കെട്ടിക്കണ കാലം കഴിഞ്ഞപ്പോൾ 18 എത്തി. ഇപ്പോൾ ഇതാ 18 ബേജാറാണതേ വിഷയങ്ങൾ. വയസ്സേറി മൂത്ത് കഴിഞ്ഞാലൊക്കെ ആർക്കെങ്കിലും പറ്റുമോ? ഇക്ക, നിങ്ങൾ അങ്ങനെ വിചാരിച്ച് ടെൻഷൻ ആവണ്ട. ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടം പഠിക്കുന്ന കുട്ടികളാണ്. അതുമല്ല, എല്ലാ കുട്ടികൾക്കും തന്നെ പഠിക്കണം എന്നാണ്. ആരും ഇപ്പോൾ പഴയ പോലൊന്നും അപ്പം തന്നെ കല്യാണം കഴിച്ചങ്ങോട്ട് വിടണമെന്നില്ല. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഓലെ പഠനമൊക്കെ അവിടെ മുടങ്ങും. പിന്നെ കുട്ടികളും മക്കളൊക്കെ ആയി ഓലിട്ട് പോലൊക്കെ ആകുമ്പോൾ ബുദ്ധിമുട്ടാണ്. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞത് ഞങ്ങളോട്. എന്താടി? അതെ, നമ്മളെ മോളെ ഇപ്പോൾ വിവാഹമൊന്നും കഴിപ്പിക്കണ്ട. അവൾ പഠിക്കണേ പഠിക്കട്ടെ, പഠിച്ചെന്തെങ്കിലും നേടട്ടെ, എന്നിട്ട് ഓളെ ഇഷ്ടം പോലെ അങ്ങനെ ചെയ്യാം. അതല്ലേ നല്ലത്? ഇനിയിപ്പോൾ ഈ പഠനത്തിൻ്റെ ഇടയിൽ കൂടെ പിടിച്ച് കെട്ടിച്ചാലേ അത് അതിലേറെ പ്രയാസമായിരിക്കും. പിന്നെ അത് കംപ്ലീറ്റ് ആക്കാനും കഴിയൂല. ഓളെ സ്വപ്നം പോവണിയില്ല. പിന്നെ ആ പഠനം അവിടെ നിലക്കും. അങ്ങനെ ഉണ്ടാൽ ഇപ്പം പിന്നെ എല്ലായിടത്തും ഒരു പരിപാടിയുണ്ട്, കുട്ടികളെ കെട്ടിച്ചതിന് ശേഷം കുട്ടികളായതിൻ്റെ ശേഷം പഠിക്കാൻ പോലെ. എനിക്ക് സത്യം പറഞ്ഞാൽ അത് ഭയങ്കര ഇടങ്ങാറാണ്. കാരണം ആ ചെറിയ മക്കളെ കരയിപ്പിച്ചുകൊണ്ട് ഓലെ കാണാതെ ഇവർ പഠിക്കാനും ഡ്യൂട്ടിക്കും അതിനും ഇതിനൊക്കെ പോവുക. എന്തൊരിടങ്ങാറാന്ന്. പാവമാണ് ആ കുട്ടികളാണെങ്കിൽ ഉമ്മാനെ കാണാനായിട്ട് കരയും, തിരഞ്ഞു നടക്കും. അങ്ങനെ കുറേ അനുഭവങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ അഭിപ്രായമൊക്കെ ഞാൻ പറഞ്ഞു തരാം. ഇനി എന്തൊക്കെ തന്നെ ആയാലും നമ്മളെ നുസൈബ മോളെ കല്യാണം ഒന്നങ്ങനെ ആയാലും കുഴപ്പമില്ല, സാരമില്ല നോക്കുക, പഠിച്ചവൻ്റെ വിധി പോലെയാണ്. പക്ഷേ ഇനിയും അങ്ങനെ ഒരു വിവാഹത്തേക്ക് അവളെപ്പത്തന്നെ നമ്മൾ തള്ളിയിടണ്ട. അവൾ പഠിക്കട്ടെ, പഠിച്ചിട്ട് അവളുടെ വിചാരിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കട്ടെ, എന്നിട്ടൊക്കെ മതി കല്യാണം. അല്ലെങ്കിൽ ഈ പഠിക്കാൻ പോകുന്ന ഇടയിൽ കൂടെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഇടയിൽ കൂടെ കുട്ടികളും ആവും. പിന്നെ ഓലിട്ട് വീണ്ടും പഠിക്കാൻ ഭയങ്കര ഇടങ്ങാറുള്ള കാര്യമാണ്. അതാ ഞാൻ പറഞ്ഞു, ഓളാണ്ട് കംപ്ലീറ്റ് ആക്കിക്കോട്ടെ. എടി, നിനക്ക് അങ്ങനെയൊക്കെ പറയാം, പക്ഷെ എൻ്റെ മനസ്സിൽ ബേജാറാണ്. ഞാൻ ഈ ദുനിയാവെന്ന് പോണതിന് മുമ്പ് എൻ്റെ കുട്ടിയെ ഒരാൾ കൈ പിടിച്ചങ്ങോട്ട് ഏൽപ്പിച്ച് കൊടുക്കണം. എന്നാലേ എനിക്ക് മനസ്സമാധാനത്തിൽ ഒന്ന് കണ്ണടക്കാൻ പറ്റുള്ളൂ.
ഇക്ക നിങ്ങൾ എന്തേ പറയണത്? നിങ്ങൾ മരിക്കാനൊന്നും ആയിട്ടില്ല. നിങ്ങൾ അങ്ങനെയൊന്നും പറഞ്ഞ് പേടിപ്പിക്കല്ലടേ. മരണം എപ്പോഴാണ് വരിക പറയാൻ പറ്റൂലല്ലോ. പക്ഷെ എൻ്റെ 3 പെൺകുട്ടികളെ ഓലെ കുറിച്ച് ആലോചിക്കുമ്പോഴാണ് എനിക്ക് സങ്കടം. ഓൽക്കുള്ളതൊന്നും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുമില്ല. ഇക്ക എന്തിനാ നിങ്ങൾ വിഷമിക്കണേ? അതിനൊക്കെ പഠിച്ചോനല്ലേ, അള്ളാഹു അല്ലേ വലിയവനെ. ആരെങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ എത്തിക്കുന്നത് പഠിച്ചവനാണ് തീരുമാനിക്കുന്നത്. എന്തൊക്കെ തന്നെയായാലും നമ്മൾ നുസൈബ് മോള് ഇനി പഠിക്കട്ടെ. ഇപ്പം കല്യാണത്തിനെ കുറിച്ചൊന്നും ചിന്തിക്കുകയേ വേണ്ടട്ടാ. ആ മജീദ് ഓരോ കാര്യങ്ങൾ വന്ന് പറഞ്ഞിട്ടിപ്പോൾ ഓനിപ്പോൾ ഇക്ക ഓലങ്ങനെയാണ് ബ്രോക്കർമാരെന്ന് വെച്ചാൽ ഓൽക്കിപ്പോൾ ഒരു കല്യാണം നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ കമ്മീഷൻ അവിടെ കിട്ടും. ഓല ജോലിയല്ലത്. ഓല ജോലി അതിനും വേണ്ടി ഓല എങ്ങനെ നടക്കും. അതിപ്പോൾ എത്ര ബുദ്ധിമുട്ടാണെങ്കിലും ഓല അതിനു വേണ്ടി മെനക്കെട്ട് വരും. അത് എന്തൊക്കെ തന്നെയായാലും ആ വിവാഹം പറയാൻ ഏൽപ്പിച്ച ആ ആളെന്തായാലും ഇവർക്കൊരു പൈസ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ ഓല ജോലി അതല്ലേ, അതുകൊണ്ട് വന്നതാണ്. അല്ലാതെ നമ്മളെ കുട്ടീനെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടൊന്നും വന്നോന്നല്ല. ഇനിയിപ്പോൾ എന്താ ഞാൻ മജീദിനോട് പറയാം? ഓ ഇപ്പോൾ വിളിക്കുമല്ലോ, നാളെ വരട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് കാണാൻ വേണ്ടിയിട്ട്. നീ മോളോട് സംസാരിച്ചപ്പോൾ മോളെന്താ പറഞ്ഞത്? അതെ, ഓള് പറഞ്ഞിട്ടുണ്ട് എക്സാമിന് മുമ്പ് ഉമ്മ ഇതിനെക്കുറിച്ചൊന്നും നിങ്ങൾ എന്നോട് പറയല്ലേ, എൻ്റെ മനസ്സ് മാറും, പിന്നെ പഠിച്ചതെല്ലാം മറക്കും എന്നൊക്കെ ഓരോന്ന് പറഞ്ഞു. ഇതിനെക്കുറിച്ചുള്ള ഒരു വർത്താനം വിവാഹത്തെക്കുറിച്ചോ ഒന്നും എന്നോട് പറയണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പിന്നെ പരീക്ഷ ഉണ്ട് കഴിഞ്ഞോട്ടെ, എന്നിട്ട് ഓല് കാണാൻ വന്നോട്ടെ, അതായിരിക്കും നല്ലത്. അവർ സംസാരിച്ചു കൊണ്ടിരിക്കെ അതാ നുസൈബയുടെ ഉപ്പയുടെ ഫോൺ ബെല്ലടിക്കുന്നു. ഇക്ക ആരാണ്? ഒന്ന് എടുത്തു നോക്കടി. ബ്രോക്കർ മജീദ്. ഇതാ വിളിക്കണേ. നീ എന്താ പറയണ്ടേ വെച്ചാൽ പറഞ്ഞോളി. ഹലോ, എന്തായി? മോളോട് കാര്യങ്ങളൊക്കെ പറഞ്ഞോ? നാളെ ഞങ്ങളാണ് വന്നാലോ? അതാണിപ്പോൾ പുതിയാപ്പിള പറയണത്, നാളെ കാണാൻ പോവാന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ കുട്ടി നാളെ ക്ലാസ് കഴിഞ്ഞ് എപ്പോഴാണ് വരിക? അല്ലെങ്കിൽ നാളെ പോണ്ടാക്കേണ്ടി വരും. നല്ലൊരു ആലോചന അല്ലേ, വെറുതെ തട്ടിക്കളയാൻ പറ്റൂലല്ലോ. ഇവിടെ എത്തിയാൽ നിങ്ങളെ കുട്ടി കഴിച്ചിലായി, അത് മാത്രമല്ല നിങ്ങളും കഴിച്ചിലായി. പിന്നെ നിങ്ങളെ മറ്റേ മക്കളെ കാര്യമൊക്കെ ഈ പുതിയാപ്പിള ഏറ്റെടുത്തോളും. അത്രക്കും സാമ്പത്തികമുള്ള ടീമാണേ. പൊന്നാര കാക്ക, നിങ്ങളിത് ഒഴിവാക്കല്ലിട്ടോ. ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വലിയ നഷ്ടമാണത്. നമ്മളൊരു വിവാഹം അങ്ങനെ എന്ന് വിചാരിച്ചിട്ട് എല്ലാം അങ്ങനെ ആണെന്നില്ലല്ലോ. ഇത് പുതിയാപ്പിളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പത്തര മാറ്റ സ്വഭാവമുള്ള കുട്ടിയാണ്. അല്ല മജീദേ, ഇജിങ്ങനെ അത്ര സാമ്പത്തികമുണ്ട്, ഇത്ര മുതലുണ്ട്, ഇത്ര പൈസ ഉണ്ട് അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ, കുട്ടീനെ പഠിപ്പിക്കും. അതല്ല, ഇജി പറഞ്ഞ പുതിയാപ്പിൾക്ക് എന്താണ് ജോലി? അതൊന്ന് ഞാൻ കേൾക്കട്ടെ. എന്താ കാക്ക നിങ്ങൾ പറയണത്? പുതിയാപ്പിളിൻ്റെ ജോലി അന്വേഷിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഓൾക്ക് ഈ കണ്ടതൊക്കെ ഓൾക്കുള്ളത് തന്നെയാണ്. മുതലാളിയല്ല വലിയ, മുമ്പ് ഗൾഫിലൊക്കെ ആയിരുന്നു, ഇപ്പോൾ ഇവിടെ തന്നെയാണ് കാര്യമായിട്ട്. ഇഷ്ടം പോലെ എല്ലാം ഉണ്ട്. നിങ്ങളെ മോൾ ഇവിടെ എത്തി രക്ഷപ്പെടും. പറഞ്ഞില്ലാന്ന് വേണ്ട, വേണമെങ്കിലും മതി. പിന്നെ വേറെ ആരെങ്കിലും ചോദിച്ചാൽ അതാണ്ട് കൊടുക്കൂട്ടോ, പിന്നെ നിങ്ങൾക്കൊരു ഖേദം വരരുത്. പക്ഷേ കാക്ക, നിങ്ങളെ കുട്ടീൻ്റെ ആ മൊഞ്ചുണ്ടല്ലോ, അത് കണ്ടതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ബനോട് പറഞ്ഞത്. മജീദേ, അന്നും എൻ്റെ കുട്ടീൻ്റെ മൊഞ്ച് കണ്ടിട്ടാണ് ഈ ആ വീട്ടിലേക്ക് കല്യാണം ഉണ്ടാക്കിയത്. ഒന്നും വേണ്ട, പണ്ടും വേണ്ട, പൈസയും വേണ്ട ഒന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ടിപ്പോൾ എൻ്റെ കുട്ടി അവിടെ എത്തി, ഇങ്ങോട്ട് തിരിച്ചു പോകുകയും ചെയ്തു. കാക്ക, അത് നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും പറയല്ലേ. കാരണം പെരക്കാർ നല്ല ആൾക്കാരേനു. അത് പോൻ്റെ സ്വഭാവ മോശം, അത് നമ്മൾ അറിഞ്ഞില്ല. ആദ്യമൊന്നും ഒരു കുഴപ്പമില്ലേനു, പിന്നല്ലേ അവൻ അങ്ങനെയൊക്കെ ആയത്. എന്നാലും മജീദേ, ഇജി കൊടുന്ന 1-ാം കെട്ടന്നെ അങ്ങനെ ആയിക്കണ്. ഇനിയും എൻ്റെ കുട്ടീനെ അങ്ങനത്തെ ഒരു കുഴിയിലേക്ക് തള്ളിയിടാൻ എനിക്ക് മനസ്സ് വരുന്നില്ലടാ, സത്യമായിട്ടും. കാക്ക, നിങ്ങൾ അങ്ങനെ പറയല്ലേ. എന്തൊക്കെ തന്നെയായാലും ഈ ഒരു കല്യാണം നടന്നിട്ടാൽ ആ കുട്ടി മാത്രമല്ലേ നിങ്ങളും കുടുംബവും രക്ഷപ്പെടും. നിങ്ങൾക്ക് താഴെ 2 പെൺകുട്ടികളില്ലേ, ഓല കാര്യമൊക്കെ ബല് നോക്കുകയെ. പിന്നെന്താ? ഉപ്പയുടെ മനസ്സിൽ അതെല്ലാം കേട്ടപ്പോൾ ശരിക്കും ആകാംക്ഷ വർദ്ധിച്ചു. ഞാൻ എന്തായാലും വിവരം പറയാം. അല്ല മജീദേ, ഏജിൻ്റെ കുട്ടീനെ ഇപ്പം പിന്നെയും കണ്ടിട്ടുണ്ടോ? ഓളങ്ങനെ കാണൂലല്ലോ. എന്തിനാ കാക്ക കാണുന്നത്? അന്ന് 10-ാം ക്ലാസ്സിലും +2-ലൊക്കെ പഠിക്കുമ്പോൾ കണ്ടതല്ലേ. നിങ്ങളെ കുട്ടീൻ്റെ മൊഞ്ചി നമ്മൾ കണ്ടിട്ടെന്നല്ലേ അത്രയും വലിയ പെരീക്ക് ഓളെ നമ്മൾ പറഞ്ഞത്. ആ,
എന്നാലേ ഇപ്പം എൻ്റെ മോള് അങ്ങനെയല്ല കേട്ടോ. എൻ്റെ മോൾ അങ്ങനെ ഇങ്ങനെയൊന്നും കാണാൻ കിട്ടൂല. എല്ലാം എനിക്കറിയാം. അതിനെക്കുറിച്ചൊന്നും എനിക്ക് എന്നോട് പറഞ്ഞു തരികയേ വേണ്ട. കാരണം നിങ്ങളിതൊന്ന് സമ്മതം മൂളിയാൽ മതി. ഞാൻ നാളെ തന്നെ പുതിയാപ്പിളിനേറ്റ് അങ്ങോട്ട് വരും. നിങ്ങളെ കുട്ടീനോട് ഒരു ദിവസം സ്കൂൾ ലീവാക്കാൻ പറയും. അത് മാത്രമേ എനിക്ക് പറയുള്ളൂ. ഇതേ നിങ്ങൾ ഒഴിവാക്കരുത് കേട്ടോ. പൊന്മുട്ട ഇടുന്ന താറാവിനാണ് നിങ്ങൾക്ക് കിട്ടാൻ പോണത്. മജീദേ, ഞാൻ വിവരങ്ങളൊക്കെ പറയാം. ഈ ഇപ്പോൾ തൽക്കാലം ഫോൺ വെക്ക്. എന്താ പറഞ്ഞത് ഇക്ക? ഓനിപ്പോൾ എങ്ങനെയെങ്കിലും കല്യാണം നടത്താനായിട്ട് നടക്കുകയാണ്. കല്യാണം നടത്തണം, നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നിങ്ങളെ പെരക്കാരും നിങ്ങളെ കുട്ടികളൊക്കെ രക്ഷപ്പെടും. ഇത് ഒഴിവാക്കരുത്, പൊന്മുട്ടയിടുന്ന താറാവാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇക്ക, ബ്രോക്കർമാരല്ലേ അങ്ങനെ പല നുണയും പറയും. അതിലൊന്നും നമ്മൾ പെടാൻ നിൽക്കരുത്. നമ്മളെ കുട്ടീനെ ഇപ്പം തൽക്കാലം അത് വേണ്ട. എടീ, ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോഴേ മനസ്സിക്ക് ഒരാഗ്രഹം ഇങ്ങനെ വരികയാണ്. നമ്മളെ കുട്ടീനെ ഒരാളെ കയ്യിലാണ്ട് ഏൽപ്പിച്ച് കൊടുത്താൽ അല്പം ആശ്വാസം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അതിപ്പോൾ ശരിയാണ് ഇക്ക, നിങ്ങളെ അവസ്ഥ ഞാൻ മനസ്സിലാക്കുന്നു. ഈ സ്ഥാനത്ത് ഞാനാണെങ്കിലും അങ്ങനെ തന്നെ. ശരിയാണ്, നമ്മളെ കുട്ടീൻ്റെ കാര്യം ആലോചിക്കുമ്പോഴൊക്കെ ബേജാറ് തന്നെയാണ്. ഒരാളെ കയ്യിൽ ഏൽപ്പിച്ച് കൊടുക്കുകയെന്ന് വെച്ചാൽ അതൊരു വലിയ സമാധാനം തന്നെയാണ്. അല്ലാതെ എത്ര ഇങ്ങനെ ഒറ്റപ്പെട്ട് നമ്മളൊക്കെ എന്നും ഉണ്ടാവുമോ? അതാണിടി ഞാൻ പറഞ്ഞത്. എന്നാൽ നമുക്ക് ഓലോടുണ്ട് വരാൻ പറഞ്ഞാലോ? നല്ലതാണെങ്കിൽ നമുക്ക് നടത്തി കൊടുക്കാലോ. നല്ലോ അന്വേഷിച്ചിട്ട് മതി കേട്ടോ. ഉമ്മാക്ക് അതെല്ലാം കേട്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. അതുമല്ല, ചെക്കൻ പഠിപ്പിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. പാവം ഉമ്മാക്കും ഉപ്പാക്കും അറിയുന്നില്ല. അതെ, ഹുസൈൻ ഹാജിയാണ് തൻ്റെ മകളെ കല്യാണം കഴിക്കുവാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഉമ്മയുടെയും ഉപ്പയുടെയും പ്രതികരണം അതറിഞ്ഞു കഴിഞ്ഞാൽ? പക്ഷേ ഇതുവരെയായിട്ട് മജീദ് ബ്രോക്കർ അവരോട് പറഞ്ഞിട്ടില്ല. രണ്ടാം കെട്ടുകാരനായ ഹുസൈനാജിയാണ് തൻ്റെ മകളെ കാണാൻ വരുന്നത് എന്നുള്ള കാര്യമൊന്നും ഉപ്പാക്കും അറിയുന്നില്ല. ഉമ്മ പറഞ്ഞു, ഇങ്ങളെ ആ ബ്രോക്കർക്ക് ഒന്നും കൂടി വിളിച്ചു നോക്കി കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ചോദിച്ചറി, എന്നിട്ടൊക്കെ മതി. മറ്റേത് ഒന്നും നമ്മൾ പെട്ടുപോയതല്ലേ, ഇനി അങ്ങനെയൊക്കെ ആവും. അതിനു മുമ്പായിട്ട് കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചതിന് ശേഷം നല്ല രീതിയിൽ കണ്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് മതി കേട്ടോ നമ്മളെ കുട്ടീനെ അങ്ങോട്ട് കെട്ടിക്കൽ. അല്ലെങ്കിൽ ഇനിയും ഓൾ ഒരുപാട് വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വരും. പിന്നെ നമ്മളെ മോളെന്ന് വെച്ചാൽ പേരിനൊരു കല്യാണം കഴിച്ച് ഒഴിവാക്കിയ കുട്ടിയാണ്. അപ്പോൾ ഇയാളാണെങ്കിൽ എങ്ങനത്തെ ആളാ ഒന്നും പറഞ്ഞിട്ടുമില്ല. നമ്മൾ കാര്യങ്ങളൊക്കെ ശരിക്കും ചോദിച്ചറിയണമല്ലോ, എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ. അപ്പോൾ നിങ്ങളൊന്ന് വിളിച്ചു നോക്കി. ആ, ഞാനൊന്ന് വിളിക്കട്ടെ. ഉപ്പ അതാ മജീദിൻ്റെ നമ്പറിലേക്ക് വിളിക്കുന്നു. ഹലോ മജീദേ, പിന്നെ ഈ പറഞ്ഞില്ലേ കല്യാണത്തിൻ്റെ കാര്യം, അതിപ്പോൾ എന്താ സംഭവം? അതിനെക്കുറിച്ചൊന്നും ഈ പറഞ്ഞില്ലല്ലോ. നമ്മളെ കുട്ടിയെന്ന് വെച്ചാൽ പേരിനിപ്പോൾ ഒന്ന് കെട്ടിത്തീർത്ത് കുട്ടിയാണ്. ഓൾക്കിപ്പോൾ കെട്ടാത്ത ചെക്കന്മാരെ കിട്ടും എന്നുള്ള കാര്യമൊന്നും ഞാൻ ഉറപ്പ് പറയണില്ല. എൻ്റെ കുട്ടീൻ്റെ അവസ്ഥ അങ്ങനെ ആണെങ്കിൽ കൂടിയിട്ട് അതൊന്നും ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. എന്തായാലും ഒരു രണ്ടാം കെട്ടുകാരനെ തന്നെയാണല്ലോ എൻ്റെ കുട്ടിക്ക് കിട്ടുക. അപ്പോൾ പെണ്ണുങ്ങളുണ്ടോ ഒന്നും ഉള്ളിനെ കുറിച്ച് ഇജ്ജ് പറഞ്ഞില്ലല്ലോ. കാക്ക, ഞാൻ അങ്ങോട്ട് കാര്യങ്ങളൊക്കെ വിശദമായി പറയാൻ അങ്ങോട്ട് വരാം. ഈ ഫോണിൽ കൂടെ പറയണത് അത്ര നല്ലതല്ല. അതെ, ഒക്കെ റെക്കോർഡാണല്ലോ, പലയിടത്തും റെക്കോർഡ് ചെയ്യേണ്ടത്. അതുകൊണ്ടേ ഫോണിൽ കൂടെ നമ്മൾ പറയണതൊന്നും നല്ലതല്ല. പറയാനുള്ള നേരിട്ട് അങ്ങോട്ട് പറയാം, അതല്ല നല്ലത്. ഞാൻ അങ്ങോട്ട് നേരം വെളുത്തേക്കാനാണ് വരാം, അതല്ല നല്ലത്. എന്നാൽ പിന്നെ നമുക്ക് പറയാനുള്ളതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞ് തീർക്കാലോ, എന്നിട്ടാക്കാലോ കാണാൻ വരല്ലോ. എന്തിയേ? ആ മതി മജീദേ, അതാ നല്ലത്. മറ്റേത് നമ്മളിപ്പോൾ ഒരു എത്തും പിടിയില്ലാതെ പെട്ടെന്ന് ഒരു പെണ്ണ് കാണാൻ വരലും അതൊക്കെ പിന്നെ നമുക്ക് അത് പറ്റാത്തൊരു സ്ഥിതി വരികയാണെങ്കിൽ അതൊരു മോശമല്ല. അതുകൊണ്ട് ആദ്യം തന്നെ ഒന്ന് പറഞ്ഞിട്ടൊക്കെ മതി. നോക്കിയിട്ട് നല്ല നമുക്ക് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് അതായിരിക്കും നല്ലത്. കാക്ക, നിങ്ങൾ ബേജാറായില്ലേ? ഞാൻ നാളെ തന്നെ രാവിലെ തന്നെ അങ്ങോട്ട് വരാം. കാരണം ഇത് കയ്യിൽ നിന്ന് പോയാൽ വലിയൊരു നഷ്ടമാണ്, കിട്ടിയാലോ വലിയൊരു ഭാഗ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയണത്. എന്നാൽ ആയിക്കോട്ടെ മജീദേ, ഈ രാവിലെ വാ. അന്ന് ഉമ്മയും ഉപ്പയും കിടക്കുമ്പോൾ ഒരുപാട് സംസാരിക്കുന്നുണ്ടായിരുന്നു. ഉമ്മ പറഞ്ഞു, പഠിച്ചോനെ എന്തൊക്കെയാണാവോ ഓൻ്റെ വർത്താനം കേട്ടിട്ടാണെങ്കിൽ
നല്ല ബന്ധമായിട്ട് തോന്നണുണ്ട്. അതല്ല ഇനിയിപ്പോൾ നമ്മളെ മോൾക്ക് പറ്റുമോ ഇല്ല അതും അറിയില്ല. ആകെപ്പാടൊരു ടെൻഷന്. പിന്നെ നല്ല നോക്കും പഠിപ്പിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോൾ ഒരു സന്തോഷമുണ്ട്. ഇനിയിപ്പോൾ പെണ്ണ് കെട്ടി ഒഴിവാക്കിയതോ എന്ത് സംഭവമാവേ ആ കറിഞ്ഞിട്ട് മതിട്ടോ ഞമ്മക്ക്. ആയിക്കോട്ടെ, ഞമ്മക്കെല്ലാം നല്ല രീതിയിൽ അന്വേഷിച്ചിട്ട് തന്നെ ആക്കാം, അല്ലെങ്കിൽ ശരിയാവൂലേ. അന്ന് നുസൈബയുടെ റൂമിൽ അവൾ അനിയത്തികളുടെ കൂടെ കിടക്കുകയാണ്. അപ്പോൾ നുസൈബ വിചാരിച്ചു, പഠിച്ചോനെ എന്തോ കാര്യപ്പെട്ട് ഒരാലോചന നടക്കുന്നുണ്ട്. ഉമ്മയുടെ ഉപ്പയുടെയും റൂമിലതാ ഫോണ് വെല്ലടിക്കുന്നുണ്ട്, കാര്യപ്പെട്ട് സംസാരിക്കുന്നുമുണ്ട്. ശരിക്കും ഓടിട്ട വീടായതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് നല്ല രീതിയിൽ കേൾക്കുന്നുമുണ്ട്. എന്തൊക്കെയാണാവോ പഠിച്ചോനെ. ഉമ്മയും ഉപ്പയും ഇനിയും പെട്ടെന്ന് എന്നെ വിവാഹം കഴിപ്പിക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് പേടിയുണ്ട്. കാരണം എൻ്റെ പഠനത്തിനെക്കുറിച്ചും ഒക്കെ ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അല്ലാ, ഇപ്പോഴൊന്നും ഇല്ല, ഞാൻ മതിയായിരുന്നു ഒന്നും. എനിക്ക് തീരെ താല്പര്യമില്ല. ഇനി ഞാൻ പഠിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് നേടിയെടുക്കട്ടെ. ഉമ്മയോട് കാര്യങ്ങളൊക്കെ പറയണം. അങ്ങനെ കല്യാണം കഴിക്കാനും ഒക്കെ ഒരുപാട് ആളുകളൊക്കെ ഉണ്ടാവും. പക്ഷേ ആ ഭാഗത്തേക്ക് കണ്ട് ചിന്തിക്കാതിരിക്കുക നല്ലത്. ഉമ്മാക്കും ഉപ്പാക്കുള്ള ബേജാറ്, അവർക്ക് ഞങ്ങളുടെ കുട്ടിയെ ഒരാളുടെ കയ്യിൽ ഏൽപ്പിക്കുക എന്നുള്ള ബേജാറാണ്. ശരിയാണ്, അതുണ്ടാവും. പക്ഷേ എനിക്ക് തീരെ താല്പര്യമില്ല. ബ്രോക്കർമാർ കൊണ്ടുവരുന്ന കല്യാണത്തിന് തന്നെ തീരെ ഇഷ്ടമല്ല. ഇപ്പം ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുമില്ല. എൻ്റെ മുമ്പിൽ ഇപ്പോൾ പഠനമാണ് ലക്ഷ്യം. നുസൈബ് ഓരോന്ന് ആലോചിച്ചുകൊണ്ട് അതാ അവിടെ കിടക്കുകയാണ്. അവൾക്ക് ഉറക്കം വരുന്നേ ഇല്ല. എന്തൊക്കെയോ ഒരു അസ്വസ്ഥത. പഠിച്ചോനെ, തഹജ്ജുദ് തെറ്റുമല്ലോ ഇങ്ങനെ ഉറക്കമൊഴിച്ചാൽ. തൻ്റെ ആദ്യ വിവാഹത്തെക്കുറിച്ചും അതിലുണ്ടായ അനുഭവങ്ങളെക്കുറിച്ചുമെല്ലാം നുസൈബയുടെ മനസ്സിലേക്ക് അത് ഓടിയെത്തുകയാണ്. പലതവണ അത് മറക്കുവാൻ വേണ്ടി ശ്രമിച്ചിട്ടും പക്ഷേ അത് മനസ്സിൽ നിന്നങ്ങോട്ട് ഒഴിഞ്ഞു പോകാൻ അത് വല്ലാത്തൊരു സമയമെടുക്കുന്നത് പോലെ നുസൈബക്ക് തോന്നി. എന്താ പഠിച്ചോനെ ഞാൻ ചെയ്യുക? അള്ളാഹുവേ, കാത്തു രക്ഷിക്കണേ അല്ലാ. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാ. പഠിച്ചോനെ, ഇനി നീ എന്നെ ഒരു കെണിയിലും കൊണ്ടുപോയി ചാടിക്കല്ലേ അല്ലാ. നല്ല രീതിയിൽ ഇങ്ങനെ ജീവിക്കാനാണ് എനിക്കിഷ്ടം. ഭർത്താവില്ലെങ്കിൽ വേണ്ട. ഇങ്ങനെയുള്ള ജീവിതത്തിന് ഒരു സമാധാനമുണ്ട്. ഉമ്മയുടെയും ഉപ്പയുടെയും കൂടെയൊക്കെയുള്ള ഭർത്താവ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയല്ലേ സ്ഥിതി. ഞാൻ ഒരുപാട് അനുഭവിച്ചതല്ലേ. ഇനിയും അതുപോലെ ആവൂല എന്നൊന്നും പറയാൻ പറ്റൂല. എനിക്ക് സത്യം പറഞ്ഞാൽ വിവാഹ ജീവിതം തന്നെ മടുത്തു. കാരണം അത്രക്കും ഞാൻ ക്രൂരമായി എന്നെ അയാൾ ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ട്. ഫൈസലിനെ കുറിച്ച് ഓർത്തപ്പോൾ നുസൈബയുടെ ദേഷ്യം ഇരട്ടിക്കുകയാണുണ്ടായത്. ഹേയ്, ഇനിയൊരിക്കലും അങ്ങനെ എന്നെ കിട്ടില്ല. അത്രക്കും ക്രൂരമായിട്ട് ആയിരുന്നു അയാളുടെ സ്വഭാവം. എൻ്റെ കൺമുമ്പിൽ വെച്ചിട്ടാണ് മറ്റൊരു പെണ്ണിനെ വിവാഹം കഴിച്ചു കൊണ്ടുവന്നത്. ഒരു ഭർത്താവ് ഒരു ഭാര്യയെ എത്ര തല്ലിയാലും കുത്തിയാലും ചവിട്ടിയാലും എന്തൊക്കെ തന്നെ ചെയ്താലും അതൊന്നും അവരുടെ ശരീരത്തിനാണ് വേദനിക്കുക, അവരെ മനസ്സിനെ വേദനിക്കൂല. പക്ഷേ ഭർത്താവ് മറ്റൊരു പെണ്ണുമായുള്ളൊരു ചാറ്റിങ്, മറ്റൊരു പെണ്ണുമായുള്ള ഒരു കോളിങ്, അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങൾ, അതാണ് ഏതൊരു പെണ്ണിനെയും വല്ലാതെ അങ്ങ് വിഷമിപ്പിക്കുക. അല്ലാതെ രണ്ട് ചീത്ത പറഞ്ഞെന്നോ രണ്ടടി അടിച്ച് എന്ന് കരുതിയിട്ടൊന്നും മനസ്സിന് വല്ലാതെ ഒന്നും വേദന ഉണ്ടായില്ല. പക്ഷേ ഇതായി കഴിഞ്ഞാൽ അന്യ പെണ്ണുങ്ങളോടുള്ള സംസാരവും ഇടപഴകലും അതാണ് ഒരു പെണ്ണിനും സഹിക്കാത്തത്. അതാർക്കും ഇഷ്ടപ്പെടില്ല. അത് അവരുടെ മനസ്സ് വല്ലാതെ അങ്ങ് വേദനിപ്പിക്കും. ആ ഒരു വേദനയാണ് എനിക്ക് ഫൈസൽ തന്നിട്ടുള്ളത്. അതാണ് എൻ്റെ മനസ്സിനേറ്റ മുറിവും. അല്ലാതെ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, അതിനൊന്നും എനിക്ക് കുഴപ്പമില്ലായിരുന്നു. പക്ഷേ തൻ്റെ മുമ്പിൽ വെച്ച് തന്നെ മറ്റുള്ള പെണ്ണുങ്ങളോടുള്ള ആ ചാറ്റിങ്ങും കാര്യങ്ങളും പിന്നീട് അവരുടെ കൈ പിടിച്ച് എൻ്റെ കൺമുമ്പിലേക്ക് വന്നതും ഇല്ല, അതൊന്നും എനിക്ക് മറക്കാൻ കഴിയുന്നില്ല. അതിൻ്റെ മനസ്സിൽ കല്ലിൽ കൊത്തിയ പോലെ അവിടെ കിടക്കുകയാണ്. അത് പെട്ടെന്നൊന്നും മാഞ്ഞു പോകുന്ന ഒന്നല്ലല്ലോ. നുസൈബ സങ്കടത്തോടെ കണ്ണീരൊഴുക്കുകയാണ്. പഠിച്ചോനെ, എൻ്റെ അനിയത്തി കുട്ടികൾ അവരുണരുമല്ലോ. ഞാനിങ്ങനെ ഉറക്കമില്ലാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നാൽ അല്ലാ പഠിച്ചോനെ, എനിക്ക് നീ ഉറക്കം കൊണ്ട് റഹ്മാനെ. ഒരിക്കൽ കൂടി ആയത്തുൽ കുർസി 3 പ്രാവശ്യം ഓതി അതാ നെഞ്ചിലേക്ക് ഓതി ശരീരം മുഴുവനും തടവി അതാ വീണ്ടും നുസൈബ ഉറങ്ങാൻ കിടക്കുകയാണ്. അല്ലാ, ഇനിയെങ്കിലും നീ ഉറക്കം കൊണ്ട. അവൾ ദിക്റുകൾ ചൊല്ലിക്കൊണ്ട് അതാ ഉറക്കത്തിലേക്ക്
വീഴുന്നു. ദിക്റുകളും സ്വലാത്തുകളും അവൾ കിടന്നാൽ പിന്നെ അത് പതിവാണ്. ഉറങ്ങുവോളം അതങ്ങനെ ചൊല്ലിക്കൊണ്ട് കിടക്കും. അങ്ങനെയാകുമ്പോൾ അറിയാതെ അങ്ങ് ഉറങ്ങിപ്പോകും. അന്ന് രാത്രി അതാ നുസൈബ ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയാണ്. നുസൈബ ഓരോ സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ അവളൊരു സ്വപ്നം കാണുകയാണ്. അതെ, തന്നെ വിവാഹം കഴിക്കുവാൻ വേണ്ടി ആരൊക്കെയോ റെഡിയായി നിൽക്കുന്നു. ഒരുപാട് ആളുകളുണ്ട് അതിൽ. നുസൈബ അത് കണ്ടു. നുസൈബയുടെ ഉപ്പ ചോദിച്ചു, മോളെ, എൻ്റെ കുട്ടിക്ക് ആരെ വിവാഹം കഴിക്കാനാണ് ഇഷ്ടം? ഉപ്പ, വേണ്ട, ഒരു വട്ടം ഞാൻ പെട്ടുപോയതാണ്, ഇനി എന്നെ അതിന് നിർബന്ധിക്കരുത് ഉപ്പ. ഒരിക്കലും ഇനി എനിക്ക് താല്പര്യമില്ല ഉപ്പ വിവാഹത്തിന്. ഒരിക്കൽ ഞാൻ ഉമ്മയുടെയും ഉപ്പയുടെയും ഇഷ്ടത്തിൽ നിന്നതല്ലേ. അന്ന് എനിക്ക് എൻ്റെ അവസ്ഥ ഉമ്മാക്കും ഉപ്പാക്കും അറിയുന്നതല്ലേ ഉപ്പ. ഇനി എന്നെക്കൊണ്ട് അതിന് നിർബന്ധിക്കരുത് ഒരിക്കലും. ഈ ഉപ്പയുടെ പൊന്നുമോള് അതിന് ഞാൻ നിൽക്കുന്നില്ലപ്പാ, സത്യമായിട്ടും. മോളെ, എൻ്റെ കുട്ടി എന്താ ഈ പറയണത്? എൻ്റെ കുട്ടിക്കും വേണ്ട ഒരു ജീവിതം. ഈ ഉപ്പാൻ്റെ കാലം കഴിഞ്ഞാൽ എൻ്റെ കുട്ടീനെ ആരാണ് പിന്നെ നോക്കാണ്ടാവുക? ഉപ്പ, വേണ്ടപ്പാ, ഞാൻ ഒറ്റയ്ക്ക് ജീവിച്ചോളാം. സത്യമായിട്ടും ഉമ്മയെയും ഉപ്പയെയും അനിയത്തിമാരെയൊക്കെ ഞാൻ നോക്കിക്കോളും. ഞാൻ പഠിച്ച് ജോലിയൊക്കെ ആയിട്ട് എൻ്റെ ഫാമിലിയെ നോക്കും ഉപ്പ. ഒരാണിൻ്റെ ആശ്രയമില്ലെങ്കിലും പെണ്ണുങ്ങൾക്ക് ജീവിക്കാമല്ലോ. പൈസ ഉണ്ടെങ്കിൽ എന്താ ഉപ്പ, കിട്ടാത്തത് എന്തെങ്കിലും ഉണ്ടോ? എല്ലാം നമുക്ക് ലഭിക്കുമല്ലോ. പൈസ ഇല്ലെങ്കിലല്ലേ പ്രശ്നമുള്ളൂ ഉപ്പ. ആണുങ്ങളില്ലെങ്കിൽ എന്താ, എൻ്റെ ഉപ്പ ഉണ്ടല്ലോ നമ്മുടെ ജീവിതത്തിൽ ഒരാണായിട്ട്. അത് മതി ഉപ്പ, വേറൊരാളെ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സത്യമായിട്ടും വേറൊരു വിവാഹത്തെക്കുറിച്ച് എൻ്റെ ഉപ്പ എന്നോട് പറയരുത്. മോളുടെ ആ സംസാരം കേട്ടപ്പോൾ അതാ നുസൈബയെ കാണാൻ വന്നവരെല്ലാം അവരെല്ലാവരും പിരിഞ്ഞു പോവുകയാണ്. എന്നാൽ അതിനിടക്ക് ഒരാളതാ ഓടി വരുന്നു. നുസൈബ അദ്ദേഹത്തെ സൂക്ഷിച്ചു നോക്കി. ആരാണ് ആ വരുന്നത്? നുസൈബ, എന്നെ നീ മറക്കല്ലേ നുസൈബ, നിനക്ക് ഞാനുണ്ട്. നീ എൻ്റെ കൂടെ പോരൂ. നിന്നെ ഞാൻ സംരക്ഷിക്കാം. നിന്നെ ഞാൻ പൊന്നു പോലെ നോക്കാം. നിനക്കൊരു ബുദ്ധിമുട്ടും വരില്ല നുസൈബ. നിനക്കുള്ളതെല്ലാം ഞാൻ നൽകാം. അതാ ഒരു ചെറുപ്പക്കാരനായ മനോഹരമായ ഒരു യുവാവ് തൻ്റെ അടുത്തേക്ക് ഓടിയെടുക്കുന്നു. അതെ, തൻ്റെ കൈ പിടിക്കുവാൻ വേണ്ടി അവൻ അതാ അടുക്കുന്നു. നുസൈബ അതാ കൈ നീട്ടുന്നു. അപ്പോഴേക്കും നുസൈബക്ക് പരിസരബോധം ഉണ്ടായി. ഉപ്പാ, മോളെ, എൻ്റെ മോൾക്ക് ഇവനെ ഇഷ്ടപ്പെടുമോ? എൻ്റെ മോൾക്ക് ഈ ഒരു ചെറുപ്പക്കാരനായ സുന്ദരനായ ഈ ഒരു യുവാവിനെ എൻ്റെ മോൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇവൻ്റെ കൂടെ നീ ജീവിക്കുമോ? നീ ജീവിക്കുകയാണെങ്കിൽ ഉപ്പാക്ക് വല്ലാത്ത സമാധാനമായി. എന്നാലും എൻ്റെ മോളെ വിവാഹം കഴിക്കാതിരിക്കരുത്. ശരിയാണ് മോള് പറഞ്ഞതുപോലെ, പണം, അത് ശരിയാണ്. പണത്തിൻ്റെ മേലെ ഒന്നുമില്ല, പണത്തിൻ്റെ മേലെ പരുന്തും പറക്കില്ല എന്നാണല്ലോ. എന്തൊക്കെ തന്നെയായാലും മോളെ, നമ്മളുടെ ജീവിതത്തിൽ ഒരാൺതരി വേണം. എൻ്റെ പെൺകുട്ടിക്ക് ഒരാൺതരി ഇല്ലാതെ ജീവിക്കാൻ അത് പ്രയാസമൊന്നും ഉണ്ടാവില്ല. പക്ഷേ എല്ലാ കാര്യത്തിനും അത് ഉണ്ടാകുന്നത് നല്ലതാണ്. ഒരു ഭർത്താവില്ലാത്ത ജീവിതം അതെൻ്റെ മോൾക്ക് വേണ്ട. അത് നമ്മുടെ കുടുംബത്തിൽ ആർക്കും ആ ഒരവസ്ഥ വന്നിട്ടില്ല. മോളുടെ ഒരു അവസ്ഥക്ക് കാരണം അതങ്ങനെ വിധിയായിപ്പോയി. അത് സാരല്ല. എൻ്റെ മോള് ഈ ഒരു ചെറുപ്പക്കാരനായ ഈ ഒരു സുന്ദരനായ യുവാവിനെ എൻ്റെ മോള് കല്യാണം കഴിക്കുമോ? അങ്ങനെയാണെങ്കിൽ ആ ഒരു സമ്മതം ഈ ഉപ്പാക്ക് മോള് തന്നു കഴിഞ്ഞാൽ എൻ്റെ മോളെ ഇപ്പോൾ തന്നെ ഞാൻ ഇവന് നിക്കാഹ് കഴിച്ചു കൊടുക്കും. അങ്ങനെയാണെങ്കിൽ ഉപ്പാക്ക് സമാധാനമായി കണ്ണടക്കാലോ. എൻ്റെ പൊന്നുമോളെ, നീ ഒന്ന് ഉപ്പ എന്താ പറയുന്നത്? ഉപ്പാനോട് ഞാൻ പറഞ്ഞിട്ടില്ലേ എനിക്കിപ്പോൾ വിവാഹമൊന്നും വേണ്ട എന്നത്? അപ്പോഴേക്കും ആ യുവാവ് അതാ ഉപ്പയുടെ അടുക്കലേക്ക് പോവുകയാണ്. ഉപ്പയെ പോയി കെട്ടിപ്പിടിക്കുകയാണ്. ഉപ്പ, നിങ്ങളുടെ മകളെ ഞാൻ സംരക്ഷിക്കാം. അവളെ ഞാൻ ഏറ്റെടുത്തോളാം. എനിക്കവളെ ഒത്തിരി അങ്ങ് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഒരു സമ്മതം മൂളുകയാണെങ്കിൽ അവളെ ഞാൻ നിക്കാഹ് കഴിച്ചോളാം. എന്താ? ഉപ്പ പറയുകയാണ്, ഹേയ്,
എൻ്റെ മകൾ പറഞ്ഞത് കേട്ടില്ലേ? അവൾക്ക് വിവാഹത്തിനോട് താല്പര്യമില്ലെന്ന്. പിന്നെ ഞാൻ എന്ത് ചെയ്യും? അവളുടെ ഇഷ്ടമില്ലാതെ ഒന്നിനും ഇനി ഞാൻ ഈ ഒരു പിതാവായ ഞാൻ നിൽക്കില്ല. കാരണം ഒരിക്കൽ എൻ്റെ മോൾ പെട്ടുപോയതാണ്. അവളുടെ ജീവിതം അവിടെയാണ് കുട്ടിച്ചോറായത്. അന്ന് മുതലാണ് അവൾക്ക് ജീവിതത്തിനോട് മടുപ്പ് തോന്നിയത്. അതേ വിവാഹ ജീവിതത്തിനോട്. അവൾ അനുഭവിച്ച കഷ്ടതകൾ ഒരുപാടാണ്. അതുകൊണ്ട് തന്നെ അവൾ ഒരിക്കലും ഇനിയൊരു വിവാഹ ജീവിതത്തിന് തയ്യാറാവില്ല. അതുകൊണ്ട് നിങ്ങൾ തിരികെ പോകണം. എൻ്റെ മോളുടെ സമ്മതമുണ്ടെങ്കിൽ ഞാനത് നിങ്ങളെ അറിയിക്കും. സത്യമായിട്ടും. ആ ഒരു യുവാവിൻ്റെ കണ്ണുകൾ അപ്പോഴേക്കും നിറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ മനോഹരമായ മുഖം ചുവന്നിരുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണുനീർ അതാ കവിളിലൂടെ ഒലിച്ചിറങ്ങുന്നു. അതാ താടിയിൽ തട്ടി ഭൂമിയിലേക്ക് ഉറ്റുന്നു. അദ്ദേഹത്തിന് ശരിക്കും നല്ല സങ്കടമായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ കണ്ണുനീർ അത് നുസൈബ കാണുന്നു. തനിക്ക് വേണ്ടി എത്രയോ ആളുകൾ വിവാഹത്തിന് അന്വേഷിച്ചുകൊണ്ട് വന്നു. പക്ഷേ ആർക്കുമില്ലാത്ത ഒരു സങ്കടം ഈ ഒരു ചെറുപ്പക്കാരന് എന്താണ് ഇത്രയധികം? അദ്ദേഹം ഉപ്പയുടെ അടുക്കിലേക്ക് വീണ്ടും നീങ്ങുന്നു. ഉപ്പ, എന്നാൽ ഞാൻ പോട്ടെ. അസ്സലാമു അലൈക്കും. നിങ്ങളുടെ പൊന്നുമോളെ ഞാൻ വല്ലാതെ അങ്ങ് ആഗ്രഹിച്ചു പോയി. ഞാൻ ആഗ്രഹിച്ചത് തെറ്റായി പോയെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. അതല്ല, നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം, ഞാൻ പറഞ്ഞ ആഗ്രഹം നിങ്ങൾക്ക് മനസ്സിൽ ഇഷ്ടമായെങ്കിൽ അതിന് ഒരു സമ്മതം നൽകിയാൽ ഞാൻ നിങ്ങളെ മകളെ സ്വീകരിക്കാൻ തയ്യാറാണ്. എടാ മോനെ, എൻ്റെ മോൾ നീ വിചാരിക്കുന്ന ആളല്ല ഒരിക്കലും. പിന്നെ എൻ്റെ മോള് എന്ന് പറഞ്ഞാലേ അവളുടെ ജീവിതത്തിലെ ഒരുപാട് ദുഃഖം അനുഭവിച്ച പെൺകുട്ടിയാണ്. അവൾ മറ്റൊരുത്തൻ്റെ കൂടെ, ഒരു ഭർത്താവിൻ്റെ കൂടെ ജീവിച്ചതാണ്. അവൻ്റെ കൂടെ ജീവിച്ചിട്ടില്ലെങ്കിലും അവൻ്റെ വീട്ടിൽ 8 മാസത്തോളം ജീവിച്ചതാണ്. അതുകൊണ്ട് എൻ്റെ മോള് ഭർത്തൃമതിയായ ഒരു പെണ്ണായിരുന്നു. പക്ഷേ ഇപ്പോഴില്ല, അത്രയേ ഉള്ളൂ. ഒരു വിവാഹം കഴിച്ച ഒരു പെണ്ണാണ് അവൾ. അവളുടെ സൗന്ദര്യം കണ്ടിട്ടൊന്നും മയങ്ങേണ്ട ഒരാവശ്യവുമില്ല. കാരണം എന്തൊക്കെ തന്നെയായാലും ഒരു വിവാഹം കഴിച്ച കുട്ടിയല്ലേ. സത്യം ആരോടും തുറന്നു പറയണമല്ലോ. തീരെ വിവാഹം കഴിക്കാത്ത നിന്നോടും ഈ ഒരു സത്യം പറഞ്ഞില്ലെങ്കിൽ അതൊരു ചതിയായി പോകും എന്ന് കരുതിയിട്ടാണ്. ഉപ്പ, എന്തൊക്കെ തന്നെയായാലും എനിക്ക് കുഴപ്പമില്ല. ഇനി അതല്ല, അവൾക്കൊരു കുഞ്ഞുണ്ടെങ്കിൽ പോലും അവളെ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. കാരണം എനിക്ക് അത്രക്കും ഇഷ്ടമാണ് അവളെ. പക്ഷെ അവളുടെ മനസ്സ് എനിക്ക് കാണാൻ കഴിയുന്നില്ല ഒരിക്കലും. അത് നിങ്ങൾ പറഞ്ഞ് റെഡിയാക്കിയാൽ ഞാൻ നിങ്ങളുടെ പൊന്നുമോളെ നല്ല രീതിയിൽ സംരക്ഷിക്കും. അത് ഉറപ്പാണ്. ഉപ്പയുടെ കൈകൾ അവൻ മുറുക്കെ പിടിച്ചു. മോനെ, ഒന്നും പറയാൻ പറ്റില്ല. എൻ്റെ പൊന്നുമോളോട് ചോദിക്കണം കാര്യങ്ങളെല്ലാം. എങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. അവർക്ക്, എൻ്റെ പൊന്നുമോൾക്ക് ഇനിയൊരു വിവാഹം തന്നെ വേണ്ട എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് അവൾ. അവളുടെ മനസ്സിൽ വേറെന്തൊക്കെയോ ലക്ഷ്യമുണ്ട്. തൽക്കാലം മോൻ തിരികെ പോ, നമുക്കത് പിന്നീട് ആലോചിക്കാം. ആ ഒരു ചെറുപ്പക്കാരനായ യുവാവ് അതാ സങ്കടത്തോടെ തിരിഞ്ഞു നടക്കുന്നു. വളരെയധികം ദുഃഖിതനായിട്ടാണ് അയാൾ പോകുന്നത്. ആ ഒരു കാഴ്ച അതാ നുസൈബ കാണുകയാണ്. ഉപ്പ പറഞ്ഞു, മോളെ നോക്കൂ, നിനക്ക് വേണ്ടി ഒരുപാട് കൊതിച്ച ഒരു ചെറുപ്പക്കാരനാണ് ആ പോകുന്നത്. നീ എല്ലാം ഇങ്ങനെ തട്ടി മാറ്റി കളഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക്... ഉപ്പ, നിങ്ങൾ സങ്കടപ്പെടല്ലേ. ഇൻഷാ അല്ലാ, പടച്ചോൻ നമുക്ക് ഹൈറായത് വിധിച്ചിട്ടുണ്ടെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും. അതിനെ ആര് തന്നെ തട്ടിത്തെറിപ്പിച്ചാലും ഇല്ലെങ്കിലും അത് അതിൻ്റെ കറക്റ്റ് ടൈമിന് എല്ലാം ശരിയാകും. ആ ചെറുപ്പക്കാരനായ യുവാവ് ഒരിക്കൽ കൂടി അതാ ഉപ്പയുടെ മുഖത്തേക്കും നുസൈബയുടെ മുഖത്തേക്കും തിരിഞ്ഞു നോക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ അപ്പോഴും നിറഞ്ഞു തുളുമ്പുന്നുണ്ടായിരുന്നു. ആ ഒരു കാഴ്ച നുസൈബയ്ക്ക് വല്ലാതെ വേദന ഉളവാക്കി. അവൾ ഉപ്പയോട് പറയുകയാണ്, ഉപ്പ, ആ ചെറുപ്പക്കാരനെ തിരികെ വിളിച്ചോളൂ. മോനെ, ഇങ്ങ് വരൂ. അവൻ കണ്ണീർ തുടച്ചുകൊണ്ട് അതാ തിരിച്ചു വരുന്നു. എന്തു പറ്റി ഉപ്പ? എന്തിനാ എന്നെ വിളിച്ചത്? അതെ, മോൾക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു. അവൻ
നുസൈബയുടെ അടുത്തേക്ക് തിരിഞ്ഞു. ആ ഒരു മുഖം കണ്ടപ്പോൾ നുസൈബ ഞെട്ടിപ്പോയി. നല്ല പരിചയമുള്ള മുഖമാണല്ലോ, പടച്ചോനെ. ആ ഒരു നിമിഷം നുസൈബ അതാ ഞെട്ടി ഉണരുന്നു. അല്ലാ, ഞാൻ എന്തൊക്കെ സ്വപ്നമാണ് കണ്ടത്. എന്നെ ഒരുപാട് ആളുകൾ പെണ്ണ് കാണാൻ വന്നതായിട്ടോ. പിന്നെ അതിലൊരു ചെറുപ്പക്കാരനായ യുവാവ്. അതെ, അതാ മൊബൈൽ ഷോപ്പിലെ ഷമ്മാസാണ്. അതെ, തൻ്റെ ഷിഫ എന്നോട് എപ്പോഴും പറയാനുള്ള ആ ഒരു ഷമ്മാസ്. അവരാണ് തൻ്റെ ആ ഒരു വിവാഹത്തിനോടുള്ള എതിർപ്പ് ഞാൻ പറഞ്ഞപ്പോൾ സങ്കടത്തോടെ പോയത്. അത് ഷമ്മാസ് തന്നെയാണ്. അല്ലാ, എന്താണ് എൻ്റെ സ്വപ്നങ്ങൾ ഇങ്ങനെയൊക്കെ. നുസൈബ പെട്ടെന്ന് ഫോണെടുത്ത് സമയം നോക്കി. പടച്ചോനെ, 4 മണി പുലർച്ചയിലെ സ്വപ്നം സഫലീകൃതമാകും എന്നാണല്ലോ. നുസൈബ വേഗം അതാ ഹുളൂ ചെയ്യുവാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുകയാണ്. അവൾ ഹുളൂ ചെയ്ത് അതാ നിസ്കാരപ്പായയിലെത്തി. തഹജ്ജുദിന് അവൾ നിസ്കാരക്കുപ്പായം ഇടുകയാണ്. നിസ്കാരം കഴിഞ്ഞ് അവൾ അള്ളാഹുവിനോട് ദുആ ചെയ്തു. അള്ളാഹുവേ, ഞാൻ എന്തൊക്കെയോ സ്വപ്നങ്ങൾ കാണുന്നു. പക്ഷേ ഞാൻ അവസാനമായി ആ കണ്ട സ്വപ്നം അത് ഞങ്ങളുടെ കോളേജിനടുത്തുള്ള ഐഷാസ് മൊബൈൽസിലെ മുതലാളി ഷമ്മാസാണ്. അതെ, അവൻ്റെ മുഖമാണ് ഞാൻ കണ്ടത്. എൻ്റെ തൊട്ടടുത്തേക്ക് വന്നപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. പഠിച്ചോനെ, എന്തൊക്കെയാണ് നീ സ്വപ്നത്തിലൂടെ എനിക്ക് കാണിച്ചു തരുന്നത്? അല്ലാ. നുസൈബയുടെ ചിന്തകൾ മാറി മറിയാൻ തുടങ്ങി. അവളുടെ മനസ്സിലേക്ക് അതാ ആ ഷമ്മാസിൻ്റെ മുഖം അതിങ്ങനെ കൂടെ അവളുടെ മുന്നിൽ തെളിഞ്ഞു കാണുകയാണ്. പഠിച്ചോനെ, അന്യപുരുഷന്മാരെക്കുറിച്ച് ആലോചിക്കുന്നത് തെറ്റാണെന്നറിയാം. പക്ഷേ എൻ്റെ മനസ്സിൽ ഞാൻ കണ്ട സ്വപ്നം, അതെ, അവൻ വളരെയധികം കരയുന്നുണ്ട്. ഞാൻ വിവാഹത്തിന് സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ, പക്ഷേ ഉപ്പ അവനെ തിരിച്ചു വിളിച്ചപ്പോൾ അവൻ്റെ മുഖം ഞാൻ കണ്ടു. അതെ, ആ മൊബൈൽ ഷോപ്പിലെ ഷമ്മാസ് തന്നെയാണത്. അല്ലാ, എന്ത് ഞാൻ ചെയ്യാം? എൻ്റെ മനസ്സിലേക്ക് അതിങ്ങനെ വല്ലാതെ കയറി കൂടുകയാണല്ലോ. എന്താ ഞാൻ ചെയ്യുക റബ്ബേ? നുസൈബാക്ക് അന്ന് ഒരുപാട് സ്വപ്നങ്ങൾ അതാ മനസ്സിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും ക്ലാസ്സുണ്ട്. അതെ, അവൻ്റെ മുമ്പിലൂടെ പോകണം. അവനെ നേരിട്ട് കാണുമ്പോൾ പടച്ചോനെ ഒരു ചമ്മലായി മാറുമല്ലോ. അത് എല്ലാം ഷിഫയോട് പറയണം, സ്വപ്നത്തിൻ്റെ കാര്യമെല്ലാം. ഇൻഷാ അല്ലാ. അന്ന് നുസൈബ ഉമ്മയോട് സലാം പറഞ്ഞുകൊണ്ട് അതാ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുന്നു. അതാ ബസ് വരുന്നു. അവൾ അതിൽ കയറുന്നു. ആ കോളേജിലേക്കുള്ള ബസ് യാത്രക്കിടയിൽ അവളുടെ മനസ്സിൽ ഓരോ സ്വപ്നങ്ങളും പ്രതീക്ഷകളും മാറി മറിഞ്ഞുകൊണ്ടിരുന്നു. ഇൻഷാ അല്ലാ, ഇതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. എല്ലാവർക്കും അസ്സലാമു അലൈക്കും.